നമസ്കാരം, നിഖിലാണ്. വാഹനരംഗത്തെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ എത്തുന്ന ഡിജി ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നിസാൻ്റെ ഏറ്റവും പുതിയ മാഗ്നറ്റാണ്. 2020 നിസാൻ മാഗ്നറ്റ് എന്ന മോഡൽ ഇന്ത്യൻ വിപണിയിലേക്ക് അവതരിപ്പിക്കുന്നത്. അന്നു മുതൽ ഇങ്ങോട്ട് വളരെ വേഗത്തിൽ തന്നെ ജനപ്രിയമായ ഒരു മോഡൽ കൂടിയാണ് നിസാൻ്റെ മാഗ്നറ്റ്. ഒരു തമാശ രൂപേണ പറഞ്ഞാൽ നിലവിൽ നിസാൻ കഴിഞ്ഞുകൂടി പോകുന്നത് അല്ലെങ്കിൽ കഞ്ഞി കുടിച്ചു പോകുന്നത് ഈ മാഗ്നറ്റ് ഉള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നിസാൻ്റെ നിലവിൽ വിപണിയിലുള്ള ഒരു മോഡൽ ഈ ഒരു മാഗ്നറ്റ് മാത്രമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മാഗ്നറ്റ് 2020 പുറത്തിറങ്ങിയതിന് ശേഷം ഇങ്ങോട്ട് വലിയ അപ്ഡേറ്റുകളൊന്നും ഈ വാഹനത്തിൽ വന്നിരുന്നില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ കുഞ്ഞു കുഞ്ഞു അപ്ഡേറ്റുകൾ, പുതിയ പുതിയ വേരിയൻറ്റുകൾ മാത്രമാണ് നിസാൻ മാഗ്നറ്റിൽ ഇതുവരെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഏറ്റവും പുതിയതായി നിസാൻ മാഗ്നറ്റിൽ കാര്യമായ ചില മാറ്റങ്ങൾ വരുത്തി. അപ്പം ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നിസാൻ മാഗ്നറ്റിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും, നേരത്തെ പറഞ്ഞതുപോലെ വന്ന മാറ്റങ്ങളും പ്രത്യേകതകളുമൊക്കെയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഡിജി ഡ്രൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്ന ഈ ഒരു വാഹനത്തിൻ്റെ 10 പ്രത്യേകതകളാണ്. എന്തുകൊണ്ട് ഈ വാഹനം വാങ്ങണം എന്ന ചോദ്യത്തിന് ഉത്തരം 10 പ്രത്യേകതകൾ. ആദ്യത്തെ പ്രത്യേകത, പഴയ മാഗ്നറ്റിൽ നിന്ന് പുതിയ മാഗ്നറ്റിലേക്ക് വന്നപ്പോൾ ഈ ഒരു വാഹനത്തിന് 40 കിലോഗ്രാം ഭാരം വർദ്ധിച്ചിട്ടുണ്ട്. സാധാരണ വാഹന നിർമ്മാണ കമ്പനികൾ മൈലേജ് കൂട്ടുന്നതിന് വേണ്ടി വാഹനത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുകയാണ് ചെയ്തത്. എന്നാൽ നിസാൻ അതിലൊട്ടും കോംപ്രമൈസ് ചെയ്തില്ല. വാഹന സുരക്ഷയുടെ ഭാഗമായി ഈ വാഹനത്തിൽ 40 കിലോ അധിക ഭാരം, അല്ലെങ്കിൽ 40 കിലോ ഈ വാഹനത്തിൻ്റെ ഭാരത്തിൽ കൂട്ടിയിട്ടുണ്ട്. അത് വാഹനത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് സ്ട്രക്ചറൽ ചേഞ്ച് വരുത്തുന്നതിന് വേണ്ടി, സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിസാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, അത് ഈ ഒരു കീ ആണ്. ഐ കീ അഥവാ ഇൻ്റലിജൻറ്റ് കീ എന്നാണ് നിസാൻ ഈ ഒരു കീയെ വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി 1.5 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് മാറി കഴിഞ്ഞാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. അതായത് കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വാഹനം ഓട്ടോമാറ്റിക്കായി ലോക്കാവും. തിരിച്ചതുപോലെ തന്നെ വാഹനത്തിൻ്റെ 1.5 മീറ്റർ അടുത്തേക്ക് വന്നാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവുകയും ചെയ്യും. അതൊരു മികച്ച ഫീച്ചറായി തന്നെ കാണുന്നത്. കാരണം വാഹനം നമ്മൾ ഇറങ്ങി എവിടേക്കും പോകുന്ന സമയത്ത് വാഹനം തനിയെ, നമ്മൾ ലോക്ക് ചെയ്യാൻ മറന്നു പോയാലും വാഹനം തനിയെ ലോക്കാവുന്ന ഒരു ഫീച്ചറുണ്ട്. എന്തായാലും വളരെ നല്ലൊരു ഫീച്ചറായിട്ട് ഞാൻ കാണുന്നു. എന്തായാലും അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ രണ്ടാമത്തെ ഫീച്ചർ. ഈ വാഹനത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത ഈ കീയിൽ തന്നെയുള്ള മറ്റൊരു കാര്യമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റലിജൻറ്റ് കീ ആണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രധാന പ്രത്യേകതയുള്ളത്, ഈ വാഹനം കീ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് 60 മീറ്റർ വരെ, ഈ ഒരു വാഹനത്തിൽ നിന്ന് 60 മീറ്റർ വരെ ഡിസ്റ്റൻസിൽ പോയാലും ഈ കീ ഉപയോഗിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ അതിനുവേണ്ടി ഒരു ബട്ടണുണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ഈ ഒരു വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ എവിടെയെങ്കിലും വെയിലത്തൊക്കെ പാർക്ക് ചെയ്ത്, ചൂടത്തൊക്കെ പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്കിങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വാഹനം നമുക്ക് അങ്ങനെ തണുപ്പിക്കാൻ പറ്റും. നമ്മൾ വാഹനത്തിൽ എത്തുന്ന സമയത്ത് വാഹനത്തിനുള്ളിൽ ചൂട് ഉണ്ടാവില്ല. അങ്ങനെ വാഹനം നമുക്ക് പെട്ടെന്ന് തണുപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു മികച്ച ഫീച്ചറായി തന്നെ ഞാൻ കാണുന്നു ഈ ഒരു ഇൻ്റലിജൻറ്റ് കീ ഫീച്ചറിനെ. ഇനി ഒരു വാഹനത്തിൻ്റെ നാലാമത്തെ ഫീച്ചർ, അത് സെക്യൂരിറ്റി തന്നെയാണ്, സുരക്ഷ തന്നെയാണ്. സുരക്ഷയ്ക്ക് വേണ്ടി 6 എയർ ബാഗുകളാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അതൊരു പ്രധാന സുരക്ഷാ ഫീച്ചറായി തന്നെ കാണുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്ക്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സുരക്ഷയുടെ ഭാഗമായി. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ 6 എയർ ബാഗുകളും വരുന്നുണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി. ഇനി ഈ വാഹനത്തിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത, ഈ വാഹനത്തിന് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണുള്ളത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരുപടി മുമ്പിൽ തന്നെയാണ് ഈ ഒരു വാഹനം ഉള്ളത്. അതുകൊണ്ട് തന്നെ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഈ ഒരു വാഹനത്തിനുണ്ട്. ഈ വാഹനത്തിൻ്റെ ആറാമത്തെ പ്രത്യേകത, ഈ വാഹനത്തിൽ 222 LED ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ ടെയിൽ ലാമ്പിലും ഒപ്പം തന്നെ ഫ്രണ്ടിലെ DRLലും അടക്കം ഉപയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അകത്ത് ആംബിയൻ്റ് ലൈറ്റിലും അടക്കം, അങ്ങനെ മുഴുവനായി നോക്കിയാൽ 222 LED ലൈറ്റുകൾ ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഏഴാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഞ്ചിനിലാണ്. എഞ്ചിനിൽ
ചെറുതും വലുതുമായ 500 മാറ്റങ്ങളാണ് നിസാൻ വരുത്തിയിരിക്കുന്നത്. അതായത് എഞ്ചിൻ കമ്പോണൻറ്റുകളിൽ 500 കമ്പോണൻറ്റുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ മാഗ്നറ്റിൽ നിന്നും കുറച്ചും കൂടി റിഫൈൻഡ് ആയിരിക്കും ഈ ഒരു വാഹനമുള്ളത്. അതുകൊണ്ട് തന്നെ എഞ്ചിനിലെ പ്രത്യേകതയാണ് 7ാമത്തെ പ്രധാന പ്രത്യേകത. ഈ ഒരു വാഹനം 4 എഞ്ചിൻ ഓപ്ഷനുകൾ ലഭ്യമാണ്. അതായത് നോർമൽ പെട്രോൾ, പെട്രോൾ ഓട്ടോമാറ്റിക്, ടർബോ പെട്രോൾ, CVT പെട്രോൾ. 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഓട്ടോമാറ്റിക്കലും മാനുവലിലും വരുന്നു. മറ്റേത് രണ്ടും ടർബോ പെട്രോൾ 1 ലിറ്ററിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളാണ് വരുന്നത്. ഇനി വാഹനത്തിൻ്റെ പവറിലേക്ക് നോക്കിയാൽ നോർമൽ പെട്രോൾ അല്ലെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ വാഹനത്തിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 72 PS ആണ്. അത് 6250 RPM. ഇനി ടെർബോയുടെ പവർ വരികയാണെങ്കിൽ 100 PS ആണ്. അത് 5000 RPM ആണ്. അതാണ് വാഹനത്തിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത്. ഇനി വാഹനത്തിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 96 ന്യൂട്ടൺ മീറ്ററാണ്. അത് 3400 3600 RPM. അത് നോർമൽ പെട്രോളിൻ്റെത്. ഇനി ടർബോയിലേക്ക് വരികയാണെങ്കിൽ 160 ന്യൂട്ടൺ മീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത്. അത് 2800 to 3600 RPM വരുന്നത്. ഇനി CVT പെട്രോളിലേക്ക് വരുമ്പോൾ 152 ന്യൂട്ടൺ മീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത്. അത് 2200 മുതൽ 4400 വരെ RPM. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ പവർ ഇതൊക്കെയാണ്. ഇനി മാഗ്നറ്റിൻ്റെ 8ാമത്തെ പ്രത്യേകത നോക്കിയാൽ അത് നമ്മൾ ഈ വാഹനത്തിനുള്ളിലേക്ക് വരുമ്പോൾ കാണുന്ന ഈ കാഴ്ച തന്നെയാണ്. 360 ഡിഗ്രി ലെതർ വ്യൂ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ കമ്പനി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഈ കാണുന്ന ഈ ലെതർ വ്യൂ വാഹനത്തിനുള്ളിൽ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും വാഹനത്തിനുള്ളിൽ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് 360 ഡിഗ്രിയിൽ ഈ ഒരു ലെതറിൻ്റെ വ്യൂ കാണാം എന്നുള്ളതാണ്. അതൊരു വലിയ പ്രത്യേകതയായി തന്നെ നിസാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് വളരെ മനോഹരമായൊരു കളർ തീമിൽ തന്നെ നിസാൻ ഒരുക്കിയിട്ടുമുണ്ട്. ഈ വാഹനത്തിൻ്റെ 9ാമത്തെ പ്രത്യേകതയാണ്. അത് ഈ ഒരു സീറ്റിലാണ് ഉള്ളത്. ഈ സീറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഹീറ്റ് ഗാർഡ് ടെക്നോളജി എന്നാണ് നിസാൻ ഈ ഒരു സീറ്റിനെ പറയുന്നത് തന്നെ. അതായത് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൊടും ചൂടത്തൊക്കെ ഇട്ട് പുറത്തൊക്കെ ഇട്ടതിന് ശേഷം വാഹനത്തിൽ കയറിയിരിക്കുന്ന സമയത്ത് ഇത് ലെതർ സീറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ചൂട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഭയങ്കരമായ ചൂടായിരിക്കും നമ്മൾ വാഹനത്തിനുള്ളിൽ കയറി സീറ്റിലിരിക്കുന്ന സമയത്ത് അനുഭവപ്പെടുക. അപ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഹീറ്റ് ഗാർഡ് ടെക്നോളജിയാണ് നിസാൻ ഈ ഒരു സീറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ പുറത്തു നിന്ന് കയറി ഇരുന്നാലും ഈ ഒരു സീറ്റിലെ ഈ ലെതർ മെറ്റീരിയൽസും ഈ ഒരു ഡിസൈനും ഒക്കെ ഇത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചൂട് ഉണ്ടാവില്ല എന്നാണ് നിസാൻ അവകാശപ്പെടുന്നത്. അതൊരു വലിയ പ്രത്യേകതയെ തന്നെ കാണുന്നു. ഈ വാഹനത്തിൻ്റെ 10ാമത്തെ ഫീച്ചറാണ്. അത് ഈ ഒരു വാഹനത്തിനുള്ളിൽ നിസാൻ നൽകിയിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അതായത് പ്ലാസ്മ അയോണൈസർ എന്നാണ് അതിൻ്റെ പേര്. അത് ഈ ഒരു വാഹനത്തിനുള്ളിലെ ഈ ഒരു എയറിനെ പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാഹനം പുറത്ത് ചൂടത്തൊക്കെ ഇട്ടിട്ട് തിരിച്ച് വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ചൂട് എയർ ആയിരിക്കും ഈ വാഹനത്തിനുള്ളിൽ. ഈ ഒരു പ്ലാസ്മ അയോണൈസർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വളരെ വേഗത്തിൽ തന്നെ നമ്മൾ വാഹനത്തിലേക്ക് വന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിൽ തന്നെ ആ ഒരു ചൂട് മാറ്റി വാഹനത്തിനുള്ളിലെ ആ ഒരു എയർ എന്ന് പറയുന്നത് അത് മാക്സിമം നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കും. നമ്മൾ പുറത്ത് ഈ കാട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ ചൂട് അല്ലെങ്കിൽ എയർ ഫ്രഷ് എയർ വരുന്നത് ആ ഒരു എയറിലേക്ക് എത്തിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നതും വളരെ മികച്ചൊരു ഫീച്ചറായിട്ട് ഞാൻ കാണുന്നു. അതാണ് ഈ ഒരു വാഹനത്തിനുള്ള 10ാമത്തെ ഫീച്ചർ. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിലെ 10 പ്രധാന പ്രത്യേകതകൾ കണ്ടു. ഇനി നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് അടുത്തറിയണം. വാഹനത്തിന് ചുറ്റും ഒന്ന് കണ്ട് വാഹനത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വാഹനത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ മുന്നിൽ നിന്ന് തുടങ്ങുമ്പോൾ സമയത്ത് പ്രധാനപ്പെട്ട മാറ്റം ഈ ഒരു ഗ്രില്ലിൽ തന്നെയാണ്. ഗ്രില്ലിൻ്റെ പോർഷനൊക്കെ പൂർണ്ണമായും ഒരു പുതിയ ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും അതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ പോർഷനിലാണ്. മുൻപ് ഹെഡ് ലാമ്പ് ഇവിടെ വരെ ആയിരുന്നുവെങ്കിൽ ഇത്രയും വരെ ആയിരുന്നു ഹെഡ് ലാമ്പ് ഉണ്ടായിരുന്നത്. ഈ ഒരു പോർഷൻ ഇത് ബമ്പറുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഇത് ഒരു സെപ്പറേറ്റ് പീസായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഗ്രില്ലിലും അത്യാവശ്യം വലിയൊരു അപ്ഡേഷൻ തന്നെ വരുത്തിയിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ഗ്രില്ല് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ ആ ഒരു ക്രോം ഫിനിഷോട് കൂടിയ ഭാഗങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ വളരെ
മികച്ച രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഒരു DRL നൽകിയിട്ടുണ്ട്. അതൊരു L ഷേപ്പ് DRL എന്നാണ് പറയുന്നത്. ഇനി ഏറ്റവും താഴെയായിട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് ഫോഗ് ലാമ്പ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ മുകൾ ഭാഗത്ത് സ്കിഡ് പ്ലേറ്റൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു അലുമിനിയം ഫിനിഷോട് കൂടി അത് ഒരു പ്രത്യേക ഡിസൈൻ, ഒരു പ്രത്യേക ലുക്ക് തന്നെ വാഹനത്തിന് നൽകുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ വളരെ വലിയ മാറ്റമാണ് മുൻപുണ്ടായിരുന്ന ആ ഒരു മാഗ്നറ്റിൽ നിന്നും ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ നൽകിയിട്ടുള്ളത്. പിന്നീട് പറയുകയാണെങ്കിൽ ഹെഡ് ലാമ്പും ഒരു പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, LED പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതും മികച്ച ഒരു ഹെഡ് ലാമ്പ് തന്നെ നൽകിയിട്ടുണ്ട്. അതും മികച്ച ഡിസൈനോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ടേൺ ഇൻഡിക്കേറ്ററും LED ടേൺ ഇൻഡിക്കേറ്ററും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുൻഭാഗത്തെ കാഴ്ചകൾ പ്രധാനമായും ഇതാണ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഈ നിസാൻ്റെ ലോഗോയാണ്. അകത്ത് വൈറ്റ് ഡിസൈനോട് കൂടിയ നിസാൻ്റെ ലോഗോയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ആ ലോഗോയുടെ താഴെയായിട്ട് 360 ക്യാമറയുടെ ഫ്രണ്ട് വ്യൂവിനുള്ള ക്യാമറയും ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം മുൻഭാഗത്തു നിന്ന് നമ്മൾ നോക്കിയാൽ വാഹനത്തിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ അല്ലെ അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ്. ഇനി ബോണറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ മുൻപുണ്ടായിരുന്ന ആ ഒരു മാഗ്നറ്റുമായിട്ട് സമാനമാണ്. കാര്യമായ വ്യത്യാസങ്ങളൊന്നും തന്നെ അവിടെ വന്നിട്ടില്ല. ഇനി വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ വശക്കാഴ്ചയിൽ പ്രധാനമായ അപ്ഡേറ്റായിട്ട് വന്നിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ അലോയ്സ് തന്നെയാണ്. ഈ വാഹനത്തിൽ നേരത്തെ 5 സ്പോക്ക് അലോയ്സ് ആണെന്നെങ്കിൽ ഇപ്പോൾ 6 സ്പോക്കാണ് നൽകിയിട്ടുള്ളത്. 6 സ്പോക്ക് അലോയ്സ് ആണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഇനി വാഹനത്തിൻ്റെ ടയറിലേക്ക് വന്നാൽ 195/60 പ്രൊഫൈലിലുള്ള 16 ഇഞ്ചിൻ്റെ ടയറുകളാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഈ വീലാർച്ചൊക്കെ മുൻപുണ്ടായിരുന്ന ആ ഒരു മോഡലിന് സമാനം തന്നെ, കാര്യമായ മാറ്റങ്ങളൊന്നും അവിടെ വരുത്തിയിട്ടില്ല. മുകളിലേക്ക് വന്നാൽ നിസാൻ മാഗ്നറ്റിൻ്റെ ഒരു ബാഡ്ജിങ് ഈ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു കട്ട് നൽകിയത് വളരെ രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചില വേരിയൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ മറ്റ് ചില കളറുകളൊക്കെ യൂസ് ചെയ്താൽ വളരെ രസമായിരിക്കും. ഫുൾ ബ്ലാക്കിലാണെങ്കിൽ ചില റെഡ് എലമെൻ്റൊക്കെ ഇവിടെ നൽകിയാൽ വളരെ മികച്ചതായിരിക്കും എന്ന് തോന്നി. അതായാലും നല്ല ഡിസൈൻ തന്നെയാണ്. പിന്നീട് ഈ വാഹനം ഡ്യുവൽ ടോൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് ബ്ലാക്ക് പോർഷനാണ് വരിക. അപ്പോൾ ഈ മിററും പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ റിയർ വ്യൂ മിററുകളാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിരിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് 360 ക്യാമറയുടെ ആ ഒരു സൈഡ് വ്യൂവിനുള്ള ക്യാമറ ഇവിടെ നൽകിയിട്ടുണ്ട്. അതാണ് ഇത്രയും ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ. ഈ പിന്നിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ റൂഫ് റെയിലൊക്കെ നൽകിയിട്ടുണ്ട്. അതും അലൂമിനിയം ഫിനിഷോട് കൂടി അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റൂഫ് റെയിലുകളാണ് നൽകിയിട്ടുള്ളത്. ഇനി ഡോർ ഹാൻഡിലേക്ക് വന്നാൽ ഡോർ ഹാൻഡിൽ ഒരു കീലെസിൻ്റെ സ്വിച്ച് നൽകിയിട്ടുണ്ട്. അതും വളരെ ഒരു ക്രോമിയം ഫിനിഷോട് കൂടിയ ഡോർ ഹാൻഡിൽ തന്നെയാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. പിന്നീട് മറ്റൊരു കാര്യം, ഈ ഒരു ഭാഗത്തും ഇവിടെയും ഒരു ക്രോമിയം സ്ട്രിപ്പ്, ഒരു ലൈൻ ഇങ്ങനെ മുന്നിലെ മിററിൻ്റെ താഴെ നിന്ന് തുടങ്ങി പിൻഭാഗത്ത് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ്സിൽ വന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു ക്രോമിയം ലൈൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസും നൽകിയിട്ടുണ്ട്. അതും വളരെ മികച്ച രീതിയിലൊരു ഡിസൈൻ എലമെൻ്റായിട്ട് തന്നെ കാണുന്നു. എന്തായാലും അതാണ് അത്രയും ഭാഗത്തുള്ള കാഴ്ചകൾ. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ വാഹനത്തിൻ്റെ ഫ്യൂവൽ ലിഡ് ഈ സൈഡിലാണ്, ഡ്രൈവർ സൈഡിലാണ്, റൈറ്റ് സൈഡിലാണ് ഉള്ളത്. നമ്മൾ റെനോ വാഹനങ്ങളിലൊക്കെ കാണുന്നതിന് സമാനമായി തന്നെ ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ ലിഡ് ഈ ഒരു റൈറ്റ് സൈഡിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇനി ഇവിടെ വീലാർച്ചിലേക്ക് വരികയാണെങ്കിൽ മുൻഭാഗത്ത് കണ്ടതിന് സമാനമായ ഒരു ഡിസൈൻ ഈ ഒരു വീലാർച്ചിലും പിൻഭാഗത്തും നൽകിയിട്ടുണ്ട്. അത് വളരെ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ എഡിഷനിലൊക്കെ വരുന്ന സമയത്ത് അതിൽ വേറെ കളറൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ പിൻഭാഗത്തെ പ്രധാനപ്പെട്ട ആകർഷണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 1-2 മാറ്റങ്ങൾ പിൻഭാഗത്തുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മളെ ആകർഷിക്കുന്നത് അല്ലെങ്കിൽ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ് എന്നുള്ളതാണ്. ടെയിൽ ലാമ്പിൽ ഡിസൈനിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ല. അതിനുള്ളിലെ ആ ഒരു എലമെൻറ്റുകളൊക്കെ മാറി കുറച്ച് LED-യും ഒപ്പം തന്നെ ഹാലജനും മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ പോർഷൻ, ടെയിൽ ലാമ്പിൽ ഈ ഒരു പാർക്ക് ലൈറ്റിൻ്റെ പോർഷനുകൾ LED ആണ് നൽകിയിട്ടുള്ളത്. റിവേഴ്സ് ലൈറ്റ് LED ആണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ടേൺ ഇൻഡിക്കേറ്റർ പക്ഷേ ഒരു ഹാലജൻ ബൾബാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ബ്രേക്ക് ലൈറ്റ് LED ആണ്. അത് വളരെ മനോഹരമായ ഒരു ഡിസൈൻ തന്നെ, ഒരു പ്രീമിയം ഫീൽ, പ്രീമിയം ലുക്ക് നൽകുന്ന ആ ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ് പിൻഭാഗത്തെ പ്രധാനപ്പെട്ട ആകർഷണം. താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ സ്കിഡ് പ്ലേറ്റുകളൊക്കെ അലൂമിനിയം ഫിനിഷോട് കൂടിയ സ്കിഡ് പ്ലേറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. അതും വാഹനത്തിനൊരു പ്രീമിയം അല്ലെങ്കിൽ ബോൾഡ് ലുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഈ ഒരു ടെയിൽ ഗേറ്റിൽ തന്നെ, ബൂട്ട് ലിഡിൽ തന്നെ മാഗ്നറ്റിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. ലോഗോ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വൈറ്റ് ഡിസൈനുള്ള ലോഗോയാണ് പിൻഭാഗത്തും നൽകിയിട്ടുള്ളത്. പിന്നീട് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന നമ്മളുടെ കൂടെയുള്ളത് 1 ലിറ്റർ ടർബോ വേരിയൻ്റാണ്. അതുകൊണ്ട് ടർബോയുടെ ഒരു ബാഡ്ജിങ്ങും അവിടെയുണ്ട്. ഇനി പിൻഭാഗത്തെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലൈറ്റ് ഉണ്ട്. ഒരു സ്പോയിലർ ഡിസൈനോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത്. മുകളിലേക്കൊരു ഷാർഫിൻ ആൻറ്റിനെയും നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് ബൂട്ട് ലിഡിനകത്തേക്ക്, ബൂട്ട് ലിഡ് തുറന്ന് ബൂട്ടിനുള്ളിലെ കാഴ്ചകളിലേക്ക് വരാം. ബൂട്ടിലേക്ക് വരുമ്പോൾ
വളരെ വലിയൊരു സ്പേസ് തന്നെയാണ് വാഹനത്തിൻ്റെ ബൂട്ടിനുള്ളിൽ നൽകിയിട്ടുള്ളത്. ഏകദേശം 300 ലിറ്ററോളമാണ് ഇതിൻ്റെ ബൂട്ടിലെ സ്പേസ് എന്ന് പറയുന്നത്. വളരെ വലിയൊരു സ്പേസ് തന്നെയാണ് വാഹനത്തിനുള്ളിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു പാർസൽ ട്രേയും നൽകിയിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ 2 ലൈറ്റ് നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ നമ്പർ പ്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ലൈറ്റുകളാണ്. അപ്പം ഇവിടെ 360 ക്യാമറ, ഒപ്പം തന്നെ റിവേഴ്സിൻ്റെ ക്യാമറയും ഈ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത്. ഉൾഭാഗത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ മറ്റൊന്നുമല്ല, ഈ ലെതർ ഫിനിഷ് തന്നെയാണ് ആ വാഹനത്തിൻ്റെ 360 ലെതർ വ്യൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഒരു ലെതർ വ്യൂ ആണ് നമ്മളെ വാഹനത്തിനുള്ളിലേക്ക് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രീമിയം ഫീൽ നമുക്ക് വാഹനത്തിനുള്ളിലേക്ക് കയറുമ്പോൾ തരുന്നുണ്ട്. അത് പ്രധാനമായും ഈ ഒരു ഡാഷിലാണ്. ഡാഷ്ബോർഡിൽ എൻഡ് ടു എൻഡ് ആ ഒരു ലെതർ ഫിനിഷ് ഉണ്ട്, ലെതർ പോർഷൻ ഉണ്ട്. അതൊരു ഓറഞ്ച് ഫിനിഷ് കളറോട് കൂടിയ ആ ഒരു ലെതർ ഫിനിഷ് ഡാഷ്ബോർഡിൻ്റെ ഒത്ത നടുവിലായിട്ട് നിൽപ്പുണ്ട്. അതിൻ്റെ ഒത്ത നടുവിലായി ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും നൽകിയിട്ടുണ്ട് നിസാൻ. എന്തായാലും അത് ഡ്രൈവർ സൈഡിലേക്ക് ചെറിയ രീതിയിലൊന്ന് പൊസിഷൻ ചെയ്താണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ റേഡിയോ, മീഡിയ, ഫോൺ, ഡ്രൈവിംഗ്, എക്കോ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം തന്നെ ഇതിൽ തന്നെ ഫോൺ കണക്ട് ചെയ്യാം, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അടക്കമുള്ളത് ഉപയോഗിക്കാം. വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിൽ സമയം നൽകിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ഇതിൽ 360 വ്യൂ ഉണ്ട് എന്നുള്ളതാണ്. വാഹനത്തിലെ 360 വ്യൂ, 2 വശങ്ങൾ, മുൻഭാഗം, പിൻഭാഗം അടക്കം. ഇനി എ സിയുടെ വെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് എ സിയുടെ വെൻറ്റ്. ഇവിടെ സെൻട്രൽ 2 വശങ്ങളിലായിരിക്കും. രണ്ടും വളരെ മനോഹരമായൊരു പ്രീമിയം ഡിസൈനിലാണ് ആ ഒരു എ സി വെൻറ്റുകളൊക്കെ നൽകിയിട്ടുള്ളത്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ ഇവിടേക്ക് വന്നാൽ പൂർണ്ണമായും ഈ ഒരു ഭാഗത്തായാണ് എ സിയുടെ കൺട്രോൾ സ്വിച്ചുകൾ നൽകിയിട്ടുള്ളത്. നമുക്ക് ഇത് ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും ഇവിടെ എ സിയുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുമുള്ള ആ ഒരു റോട്ടറി സ്വിച്ചുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്ക് കണ്ടില്ലേ, എ സി ഓരോ വെൻറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചുകൾ റോട്ടറി സ്വിച്ചാണ് നൽകിയിട്ടുള്ളത്. എ സി ഓൺ ആക്കുന്നതിനുള്ള ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്ക് എയർ ഇൻടേക്കിനുള്ള സ്വിച്ച് നൽകിയിരിക്കുന്നു, ഓട്ടോമാറ്റിക് ഇവിടെയും. ഇനി ഇത് പൂർണ്ണമായും മുകളിലേക്ക് കിട്ടിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസ്മ അയണൈസറിനുള്ള ആ ഒരു ഓപ്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് എ സിയുടെ കൺട്രോളുകൾ അതാണ്. താഴേക്ക് വന്നാൽ ഇവിടെ മൊബൈൽ ഫോൺ വെക്കുന്നതിനുള്ളൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ നൽകിയിട്ടുണ്ട്, വലിയൊരു സ്പേസ് തന്നെയുണ്ട്. അതിൻ്റെ ഈ ഭാഗത്തായി ഒരു ചാർജിങ് സോക്കറ്റും ഒപ്പം ഒരു USB പോർട്ടും നൽകിയിട്ടുണ്ട്. അതാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. ഇതിലേക്ക് വന്നാൽ ഇവിടെ ഒരു ആംറസ്റ്റ് ഉണ്ട്. ആംറസ്റ്റിൻ്റെ അടിയിലായി ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ചെറുതല്ലാത്തൊരു സ്റ്റോറേജ് സ്പേസും ഇതിനുള്ളിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻപ് വന്നിരുന്ന ഈ ഒരു മാഗ്നറ്റിൽ സ്റ്റോറേജ് സ്പേസിൻ്റെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നില്ല. ഈ ആംറസ്റ്റിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ്, വലിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. നേരത്തെ പറഞ്ഞതുപോലെ സീറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഈ ഒരു വാഹനത്തിനുള്ളിൽ. ഇത് ഈ ഒരു ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനാണ്. വളരെ മനോഹരമായ പ്രീമിയം ഡിസൈനാണ് നൽകുക. സ്റ്റിച്ചിങ് ഒക്കെ വളരെ പ്രീമിയം എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ തന്നെ ആ ഒരു ബോർഡറിലൊക്കെ ആയിട്ടാണ് ആ ഒരു ലെതർ കളർ നൽകിയിട്ടുള്ളത്, ആ ഒരു ഓറഞ്ച് കളർ നൽകിയിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ഗ്ലോ ബോക്സ് സ്പേസ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വളരെ വലിയൊരു ഗ്ലോ ബോക്സ് ആണ്. ഇപ്പോൾ അതിൽ കുറച്ച് വണ്ടിയുടെ ബ്രോഷറും ബാക്കി പേപ്പറുകളൊക്കെയാണ് കിടക്കുന്നത്. അത്യാവശ്യം വളരെ വലിയൊരു ഗ്ലോ ബോക്സ് തന്നെ വാഹനത്തിനുള്ളിൽ നൽകിയിട്ടുണ്ട്. അത് ചില്ഡ് ഗ്ലോ ബോക്സ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതാണ് ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലത്തെ അല്ലെ കോ ഡ്രൈവർ സൈഡിലത്തെ ഡോറിലേക്ക് വന്നാൽ ആ ഡോറിൽ ഒരു സ്പീക്കർ താഴെ നൽകിയിട്ടുണ്ട്. മുകളിലേക്ക് വന്നാൽ അവിടെയും നമുക്ക് കൈവെക്കുന്നതിന് ഒരു ആംബ്രസ്റ്റിൻ്റെ രീതിയിലുള്ള ആ ഒരു ലെതർ ഫിനിഷോട് കൂടിയ ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ആ ഒരു ഡോർ പാഡിൽ തന്നെ പവർ വിൻഡോയുടെ കൺട്രോൾ നൽകിയിട്ടുണ്ട്. അതിന് താഴെയായി ഒരു ഡിസൈനും അവിടെ തന്നെ മാഗ്നറ്റിൻ്റെ ഒരു നിസാൻ മാഗ്നറ്റിൻ്റെ ഒരു ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതും വളരെ മനോഹരമായി തന്നെ നിൽക്കുന്നു. അപ്പോൾ അതാണ് പാസഞ്ചർ സൈഡ് ഡോറിലെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഡ്രൈവർ സൈഡ് ഡോറിലെ വിശേഷങ്ങളിലേക്ക് വരാം. ഇനി ഡ്രൈവർ സൈഡിലെ ഡോറിലേക്ക് വരികയാണെങ്കിൽ ഇതിലും കുറേയധികം കൺട്രോൾ സ്വിച്ചുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ പവർ വിൻഡോയുടെ കൺട്രോൾ സ്വിച്ചുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ ആ ഒരു മിററിൻ്റെ റിയർ വ്യൂ മിററിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച്, അത് ഫോൾഡ് ചെയ്യുന്നുള്ള സ്വിച്ചുകളൊക്കെ ഈ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ നേരത്തെ
പാസഞ്ചർ സൈഡ് അല്ലെങ്കിൽ കോ ഡ്രൈവർ സൈഡിലെ സീറ്റിൻ്റെ അല്ലെങ്കിൽ ഡോറിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു ഡിസൈനും ഒപ്പം തന്നെ ഈ ഒരു മാഗ്നറ്റിൻ്റെ ബാഡ്ജിങ്ങും ഇവിടെ നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമാണ്. ഒപ്പം തന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ, ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്പീക്കർ നൽകിയിട്ടുണ്ട് എന്നതാണ്. അതിൻ്റെ വളരെ മനോഹരമായ ഡിസൈനാണ് കേട്ടോ ആ സ്പീക്കറിനുള്ളത്. അപ്പോൾ അത്രയുമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പ്രീമിയം ഫീൽ നൽകുന്നത് നമ്മളെപ്പോഴും പിടിക്കുന്ന സ്ഥലമാണിത്. അതുകൊണ്ടും ആ ഒരു സ്ഥലത്ത് തന്നെ ഒരു പ്രീമിയം ഫിനിഷോട് കൂടിയ ലെതർ നൽകിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഒരു 360 ഡിഗ്രി ആ ഒരു ലെതർ വ്യൂ നമുക്ക് എന്തായാലും ഈ ഒരു വാഹനത്തിൽ പൂർണ്ണമായും ലഭ്യമാകുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ഒരു വാഹനത്തെ സംബന്ധിക്കുന്ന ഒരു പോരായ്മയായി ഞാൻ കാണുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പലരും പരാതിയായി പറഞ്ഞൊരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു അടുത്ത സുഹൃത്തൊരു മാഗ്നറ്റ് വാങ്ങിയ സമയത്ത് അദ്ദേഹം പരാതിയായി പറഞ്ഞൊരു കാര്യമാണ് ഈ വാഹനത്തിൻ്റെ മിറർ ഫോൾഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ മിറർ ഫോൾഡ് ചെയ്യണമെങ്കിൽ മാനുവലായി നമ്മൾ അകത്തുനിന്ന് വാഹനത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നിന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. പക്ഷേ അതിൽ തന്നെ അഡീഷണൽ ഒരു ഓപ്ഷനോട് കൊടുക്കാമായിരുന്നു. നമ്മൾ വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് മിറർ ഫോൾഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു വാഹനത്തിൽ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അത് മാഗ്നറ്റ് ഉപയോഗിക്കുന്ന പലരും ഒരു പരാതിയായി പറയുന്ന, വാഹനത്തെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായി പറയുന്ന ഒരു കാര്യം അതാണ്. അത് ഈ ഒരു അപ്ഡേഷനിലെങ്കിലും അത് വരുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ രണ്ടാമത്തെ റോയിൽ, സെക്കൻഡ് റോയിലേക്ക് വന്നാൽ വളരെ വിശാലമായിട്ടിരിക്കാൻ കഴിയുന്ന ഒരു സ്പേസ് തന്നെയാണ് സെക്കൻഡ് റോയിലുള്ളത്. സീറ്റിലേക്ക് വന്നാൽ സീറ്റും നമ്മൾ മുൻഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രീമിയം ഫീൽ നൽകുന്ന സീറ്റാണ്. ഒപ്പം തന്നെ ഈ ഒരു ഡോർ പാഡിലൊക്കെ ആ മുൻഭാഗത്തിന് സമാനമായ ഒരു 360 ഡിഗ്രി ലെതർ വ്യൂ നൽകുന്നുണ്ട്. ഇവിടെയൊക്കെ മുൻഭാഗത്തെ ഡോർ പാഡിലുണ്ടായിരുന്ന ആ സമാനമായ ഡിസൈനൊക്കെയാണ് ഉള്ളത്. സീറ്റിലേക്ക് വന്നാൽ വളരെ കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന സീറ്റാണ്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. 2 പേർക്ക് രാജകീയമായിരിക്കാം. മൂന്നാമത് ഒരാൾക്കുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഇനി ഇവിടേക്ക് വന്നാൽ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ഒരു ആംബ്രസ്റ്റ് നൽകിയിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡറുകളും നൽകിയിട്ടുണ്ട് എന്നതാണ്. വളരെ സുഖമായി 2 പേർക്ക് രാജകീയമായി തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. രാജകീയമായി എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇവിടെ 2 AC വെൻറ്റുകൾ കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതായത് നമ്മൾ നേരത്തെ രാജകീയമായി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും മാത്രമല്ല, AC-യും ഇവിടെ ലഭ്യമാകും. അതിനോടൊപ്പം തന്നെ പിൻഭാഗത്ത് ഒരു Type C ചാർജിങ് പോർട്ടും ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ മറ്റു സവിശേഷത, നേരത്തെ നമ്മൾ മുൻഭാഗം പറഞ്ഞപ്പോൾ 2 സീറ്റിനിടയ്ക്ക് ഒരു ആംബ്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. മറ്റൊരു പ്രത്യേകതയുള്ളത്, ഈ 2 സീറ്റും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പാണ്. വളരെ വലിയ ഗ്യാപ്പ്. ഈ 2 സീറ്റിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ നാം ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു 70 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് ഈ ഒരു 2 സീറ്റും തമ്മിൽ, ഫ്രണ്ടിലെ സീറ്റ് തമ്മിലുണ്ട് എന്നുള്ളതാണ്. അതും കമ്പനി ഒരു വലിയ പ്രത്യേകതയെ തന്നെ അവകാശപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഈ ഒരു മിററാണ്. ഇതൊരു ഫ്രെയിംലെസ് മിററാണ്. ഒപ്പം തന്നെ ഓട്ടോ ഡിമ്മിംഗ് ആണ് ഈ ഒരു മിറർ. വളരെ പ്രീമിയം ഫീൽ തന്നെ ഈ ഒരു മിറർ നമുക്ക് നൽകുന്നുണ്ട്. ഫ്രെയിംലെസ് ആയതുകൊണ്ട് തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു മിററാണ് നൽകിയിട്ടുള്ളത്. പറഞ്ഞതുപോലെ ഓട്ടോ ഡിമ്മിംഗ് ആണ്. രാത്രിയിൽ ഓട്ടോമാറ്റിക്കായി അത് ലൈറ്റ് ഡിം ചെയ്ത് തരും. അപ്പോൾ അതാണ് വാഹനത്തിലുള്ള മറ്റൊരു വലിയ പ്രത്യേകത, ഒരു സവിശേഷത. വളരെ നല്ല ഡിസൈനാണ് കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫ്രെയിംലെസ് ആയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു മിറർ തന്നെയാണ് വാഹനത്തിനുള്ളിൽ നൽകിയിട്ടുള്ളത്. ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലസ്റ്ററിൽ വളരെയധികം വലിയ അപ്ഡേറ്റുകൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് നിസാൻ എന്ന് പറയാം. ക്ലസ്റ്ററിൻ്റെ കാര്യമായ അതിൻ്റെ ലുക്കിലോ അല്ലെങ്കിൽ ഇതൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ അതിനുള്ളിലെ ഗ്രാഫിക്സിൽ വളരെ വലിയ മാറ്റങ്ങളൊക്കെ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അവിടെ നിന്ന് നമുക്ക് നേരെ സ്റ്റിയറിങ്ങിലേക്കാണ് വരേണ്ടത്. ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിൽ ലെതർ ഫിനിഷും അതിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ ഒരു പ്രീമിയം ഫീല് നമുക്ക് നൽകുന്നുണ്ട്. വളരെ മനോഹരമായി തന്നെ അത് ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇനി അതിലെ കൺട്രോൾ സ്വിച്ചുകൾ നോക്കിയാൽ ഈ വശത്തായി വോളിയം കൺട്രോളും ഫോണിൻ്റെ കൺട്രോൾ സ്വിച്ചുകളൊക്കെ ഈ ഭാഗത്തായി നൽകിയിരിക്കുന്നു. ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഒക്കെ സ്വിച്ചുകൾ ഈ ഒരു ഭാഗത്തായിട്ടും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ മനോഹരമായ ഒരു സ്റ്റിയറിംഗ് വീല് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തെയും വിശേഷങ്ങൾ അതൊക്കെയാണ്. നമ്മൾ ഇൻറ്റീരിയറിലെ കാഴ്ചകൾ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞു. അപ്പോൾ വാഹനത്തിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു, പ്രധാനപ്പെട്ട പ്രത്യേകതകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കൊരു വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. ഇത്രയധികം മാറ്റങ്ങൾ, അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടും ഈ നിസാൻ മാഗ്നൈറ്റിൻ്റെ വില കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം.
നേരത്തെ ഉണ്ടായിരുന്ന അതേ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് നിസാൻ മാഗ്നൈറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. എന്തായാലും നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ സമയം വരെ വിലയിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഈ വാഹനം നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വേണമെങ്കിൽ തൊട്ടടുത്തുള്ള നിസാൻ്റെ ഡീലർഷിപ്പുമായി ബന്ധപ്പെട്ടാൽ മതി. ഒരു കാര്യം കൂടി മുമ്പ് പല വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഞാൻ ഓടിച്ച എൻ്റെ ഫീലിംഗാണ് ഞാൻ ഈ ഒരു റിവ്യൂയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. നിങ്ങൾ ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീൽ എന്താണ് എന്നുള്ളത് എനിക്ക് തോന്നിയ പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നേരെ തൊട്ടടുത്തുള്ള നിസാൻ്റെ ഡീലർഷിപ്പിൽ പോവുക, ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന വാഹനമാണോ എന്ന് നോക്കുക. അങ്ങനെയെങ്കിൽ മാത്രം ഈ ഒരു വാഹനം സ്വന്തമാക്കുക. എന്തായാലും ഈ ഒരു നിസാൻ മാഗ്നൈറ്റിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഡിജി ഡ്രൈവിൻ്റെ കൂടുതൽ എപ്പിസോഡുകൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ ജനൻ ടിവിയുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അതിൽ ഉണ്ടാവും ഡിജി ഡ്രൈവിൻ്റെ കൂടുതൽ എപ്പിസോഡുകൾ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ വാഹനം പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.